ഇത് ഇവിടെ ഇന്നിപ്പോൾ കൂടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് എൻ്റെ മനസ്സിൽ വളരെ ശക്തമായിട്ട് പ്രചോദിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം നമ്മുടെ പള്ളികളിൽ നമ്മൾ പോകുമ്പോൾ, കുർബാനയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളാണ് അതിനെ ചിന്തിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും കൊയറിലെ പാട്ടുകാർ തന്നെയല്ലേ? അല്ലേ? ആരുമില്ല, അങ്ങനെ അല്ലാത്തവരാരും ഇല്ലല്ലോ. നമ്മളാണ് കൊയറിലെ ലീഡേഴ്സ്, നമ്മളാണ് പള്ളിയിലെ പാട്ടിന് നേതൃത്വം നൽകുന്നവർ. ശരിക്കും നമ്മൾ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? നിങ്ങളുടെ ആവശ്യം എന്താണ്? ശരിക്കും പറഞ്ഞാൽ പാട്ട് പാടാനായിട്ടാണോ അതോ പള്ളിയിൽ കുർബാനയ്ക്കായിട്ടാണോ പോകുന്നത്? കേൾക്കുന്നില്ല. രണ്ടുമുണ്ട് അല്ലേ? ഇപ്പം നേരത്തെ ജെറിമാഷ് പറഞ്ഞതുപോലെ നമ്മൾ പാട്ട് പാടാൻ ചെല്ലുന്നു, പക്ഷേ കുർബാനയിൽ പാട്ടിൻ്റെ സ്ഥാനം രണ്ടാമതാണ്. ആദ്യം ലിറ്റർജിക്കാണ് പ്രാധാന്യം, രണ്ടാമതാണ് പാട്ട്. അപ്പോൾ അവിടെ ലിറ്റർജിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ കുർബാനയ്ക്കായിട്ടാണ് ഞാൻ പോകുന്നത്, പാടാനല്ല പ്രത്യേകിച്ച് പോകുന്നത്. എപ്പോഴും കുർബാനയിൽ പങ്കുകൊള്ളാൻ പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പാട്ട് പാടാനാണ് ഞാൻ ശ്രമിക്കാറ് പതിവ്. അപ്പം അതുകൊണ്ട് കുർബാനയിൽ പങ്കുകൊള്ളുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ കർത്തവ്യം. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കണം, ആണോ? പക്ഷേ പലപ്പോഴും കാണുന്നത് നമ്മൾ പാട്ടിനെക്കുറിച്ച് തന്നെയാണ് ചിന്ത. നമ്മൾ ആര് നന്നായിട്ട് പാടുന്നു, ആരുടെ സ്വരം നന്നായിട്ട് കേൾക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് പള്ളികളിൽ. നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ കുർബാനയിൽ പങ്കുകൊള്ളുകയും അതിനകത്തുകൂടി നമ്മൾ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുമ്പോൾ നേരത്തെ പിതാവ് പറഞ്ഞ പോലെ പാടുന്നവൻ ഇരുമടങ്ങ് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ആശയം ശരിക്ക് വരികയാണ്. അപ്പോൾ നമ്മൾക്ക് പാടുന്ന ആൾക്കാരായതുകൊണ്ട്, നമ്മൾ അവിടെ പാട്ടിനെ ലീഡ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടും നമുക്കെല്ലാവരെയും ലീഡ് ചെയ്യാനും പറ്റും, നമ്മൾക്ക് അവരുടെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മളവിടെ നിന്ന് മനോഹരമായിട്ട് അവരെ പാടിയാൽ, മറ്റുള്ളവരെ പാടിച്ചാൽ അതൊരു നല്ലൊരു അനുഭവമായിരിക്കും. അതേസമയം മനോഹരമായിട്ട് പാടുകയും മറ്റുള്ളവർക്ക് പാടാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ ഒരു ദുരന്തമാണ്. അതുപോലെ വളരെ മോശമായിട്ട് പാടുകയും മറ്റുള്ളവർക്ക് പാടാതിരിക്കുകയും പറ്റുന്നതും അതും മഹാദുരന്തമാണ്. ശരിയാണോ ഞാൻ പറയുന്നത്? ആണോ? അപ്പോൾ നമ്മൾ പാട്ട് പാടണം. അത് പക്ഷേ ഇപ്പം ജെറി മാസ്റ്റർ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും ഒരുമിച്ച് പാടാനുള്ളതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊയറുകാർ മാത്രമല്ല പാടേണ്ടത് അവിടെ ഇരിക്കുന്ന ദൈവജനം മുഴുവൻ, തിരുസഭ മുഴുവൻ പാടേണ്ടതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാട്ടുകൾ എല്ലാവർക്കും പാടാൻ പറ്റിയ പാട്ടുകൾ, പാടിപ്പതിഞ്ഞ പാട്ടുകൾ. ഈ പറഞ്ഞ പോലെ മാസ്റ്റർ ഇന്നിപ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് പറഞ്ഞു തന്നത്, നമുക്ക് കുർബാനയിൽ പങ്കുകൊള്ളാൻ പറ്റുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുർബാനയിൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളിലൂടെയും കയറി ഇറങ്ങി പോകാൻ പറ്റുന്ന പാട്ടുകൾ മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ. നമുക്കവിടെ പെരുന്നാളുകൾക്ക് വരുമ്പോഴും പുതിയ പാട്ട്, മറ്റാരും കേൾക്കാത്ത പാട്ട്, ആർക്കും പാടാൻ പറ്റാത്ത പാട്ട്, ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വരുന്നവരാരാണ്? കേൾവിക്കാരായിട്ട് മാറുകയല്ലേ? ശരിയാണോ? ഇപ്പോൾ മിൻമിനിയുടെ ഇരിപ്പുണ്ട്. നമ്മളൊരു പെരുന്നാളിന് മിൻമിനി നയിക്കുന്ന കൊയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിനി വന്ന് പാടുമ്പോൾ, ശരിക്കും പറഞ്ഞല്ലേ, എന്നെ പറയുന്നത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പാടുമ്പോൾ മിനി അതിമനോഹരമായിട്ട് പാടുന്ന ആളാണ്, അവിടെ നിന്ന് പാടുന്നു. നമ്മുടെ ശ്രദ്ധ എവിടെയായിരിക്കും? അൾത്താരയിലായിരിക്കുമോ മിനിയുടെ അടുത്തായിരിക്കും? അപ്പോൾ
നമ്മൾ പാട്ടുപാടാൻ നിൽക്കുന്ന ആൾക്കാരെ അവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു നല്ലൊരു പാട്ടുകാരനെ വിളിച്ച് നിർത്തി കഴിഞ്ഞാലും അവിടെ പാട്ട് നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധ കർത്താവിൽ നിന്ന് മാറി നമ്മുടെ അവിടെ നിൽക്കുന്ന ആരാണോ, അതുപോലെ അച്ഛൻ മനോഹരമായിട്ട് പാടുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പാട്ടിൻ്റെ മനോഹാരിതയിൽ ലയിച്ചിരുന്ന് പോയി കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ ലിറ്റർജിയിൽ നിന്ന് പോകും. അതിമനോഹരമായിട്ടുള്ള പാട്ടുകൾ നമ്മൾ പാടുന്നു. അപ്പോൾ ആ ഒരു പാട്ട് ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയിട്ട് അതിമനോഹരമായിട്ട് പാട്ട് പാടി നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും മതിമറന്ന് ആ പാട്ടിലിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കുർബാനയിൽ നിന്ന് പോകൂലേ? ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പാട്ടുകാർ കുർബാനയിൽ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ശരിയായാൽ തന്നെ നമ്മുടെ ഒരു 90% കാര്യങ്ങളും ശരിയാകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ കുർബാനയിൽ പങ്കുകൊള്ളാൻ വരുമ്പോൾ നമ്മൾ അന്നന്ന് പാടേണ്ട പാട്ടുകൾ, നിങ്ങൾ ഗ്രൂപ്പായിട്ട് പാടുന്ന കൊയറുകൾ പാടേണ്ട പാട്ടുകൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരുങ്ങി, അതുപോലെ പാട്ടിൻ്റെ സെലക്ഷൻ മാസ്റ്റർ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ആവശ്യമുള്ള പാട്ട് മാത്രം എടുത്താൽ മതി. നമ്മളെന്തിനാണ് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഇപ്പോൾ ഒരു അനുദിന കുർബാനയിൽ പങ്കെടുക്കുന്നവർക്കറിയാം, നമ്മളെല്ലാ ദിവസവും ഒരു ഒറ്റ കുർബാനയ്ക്ക് പോയി പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മളൊരു പെരുന്നാൾ കുർബാന കൂടിയാൽ കിട്ടാറുണ്ടോ? എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഇന്ന് പുതിയതായിട്ട് എടുത്തിരിക്കുന്ന പാട്ടിൽ അതെങ്ങനെ പാടണം, അതെങ്ങനെ ഭംഗിയായിട്ട് പാടണം. കാരണം നമ്മുടെ പെർഫോമൻസ് ലെവലിലേക്കാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെയുള്ള ലിറ്റർജിയിലല്ല നമ്മുടെ ശ്രദ്ധ. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നത്തെ ഇപ്പോൾ അച്ഛനോട് പറഞ്ഞായിരുന്നു എന്ത് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു വൈകിയ വേളയാണ്, നമ്മൾക്ക് ചിന്തിക്കാനും പറയാനുമാണെങ്കിൽ ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ എടുത്തിട്ട് നമുക്ക് ചിന്തിക്കാനുണ്ട്, പറയാനുമുണ്ട്. അതിന് നിങ്ങളിപ്പോൾ ഏതായാലും വലിയൊരു സെഷനെല്ലാം പല സെഷനുകളെല്ലാം കഴിഞ്ഞ് അതിൽ നിന്ന് ഉദ്ബോധിതരായിട്ടിരിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം. ഇന്നിപ്പോൾ ഇവിടെ പാട്ട് കേട്ടപ്പോൾ തന്നെ വളരെ രസകരമായിട്ട് അവർ പാടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പള്ളിയിൽ വരുമ്പോൾ അച്ചടക്കം പാലിക്കുക. നമ്മൾ കുർബാനയിൽ കാർമ്മികൻ ബലിയർപ്പിക്കുമ്പം കാർമ്മികനേക്കാൾ വലിയ പാട്ടുകാരനാകാൻ ശ്രമിക്കരുത്. നമ്മൾ ആൻസർ പറയുമ്പോഴും പാട്ട് പാടുമ്പോഴും കാർമ്മികൻ്റെ ഒരു മൈക്കിൻ്റെ ലെവൽ എന്താണോ അതിനനുസരിച്ച് നമ്മൾക്കും ആകാം. ഇപ്പോൾ ഒരു അച്ഛൻ ഉച്ചത്തിൽ നമ്മൾ കുർബാന ചൊല്ലുന്നൊരു അച്ഛനാണെങ്കിൽ ഏതാണ്ട് അതിൻ്റെ അടുത്തൊക്കെ ആകാം. അതേസമയം ഒട്ടും ഒച്ചയില്ലാതെ പറയുന്ന ഒരു അച്ഛനാണ് അവിടെ ഉള്ളത്. ഇപ്പം ഞങ്ങളുടെ വരാപ്പുഴ രൂപത പിതാവ് കുർബാന ചൊല്ലുന്ന സമയത്ത് നമ്മളവിടെ നിന്ന് ഒരു മറു ഉത്തരം പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓക്വേർഡായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളീ പറഞ്ഞില്ലേ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മളെ കുറേ കാര്യങ്ങൾ നമ്മളെ കറക്റ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ മൈക്കുകളുടെ ഉപയോഗം, നമ്മൾ ഈ പള്ളിയിൽ വരുമ്പോൾ അച്ഛന്മാരായാലും അതെ പാട്ടുകാരായാലും അതെ, നമ്മൾ അതിഭയങ്കരമായ ശബ്ദത്തിൽ പാട്ട് പാടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ്. അതൊരു തെറ്റായ ധാരണയാണ്. പക്ഷേ നമ്മൾ ശീലിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാവരും നിങ്ങളൊരു ഒച്ചത്തിലൊക്കെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പം പറയും ഉഗ്രനായി കേട്ടോ, ഉഗ്രം പാട്ടായിരുന്നു എന്ന് പറയണത് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി വോളിയം കൂട്ടാൻ തോന്നും. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വോളിയം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രസംഗം പറയുന്ന വെച്ചാൽ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ദുഃഖവെള്ളിയാഴ്ചകളിൽ കാൽവരി പ്രസംഗം പോലെ നമ്മുടെ ലിറ്ററേച്ചറിൻ്റെ എല്ലാ പ്രസംഗം പറഞ്ഞു. ഒരച്ഛൻ ഒരു തവണ പ്രസംഗം പറഞ്ഞു, അത് 3/4 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ഒന്നും ഞാൻ കേട്ടില്ല. കാരണം അത്ര ഒച്ചയാണ്.
ഒച്ചത്തിൽ പുള്ളി പറയുന്നുണ്ട്, നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നും എൻ്റെ ചെവിയിലോ എൻ്റെ ഹൃദയത്തിലോ ഒന്നും കയറിയില്ല. അപ്പോൾ ഞാനെൻ്റെ മകനെ കടയിലേക്ക് പറഞ്ഞു വിടുന്നു, പഞ്ചസാര മേടിച്ചിട്ട് വേടാ എന്ന് പറഞ്ഞു കിട്ടുമ്പോൾ അവൻ പോയിട്ട് വെളിച്ചെണ്ണ മേടിച്ചിട്ട് വന്നു. ശരിയാവുമോ? ശരിയാവില്ല. അപ്പം നമ്മൾ എന്തിനാണോ പ്രസംഗം പറയുന്നത് നമ്മൾക്ക് മനസ്സിലാകാനും അത് അനുസരിച്ച് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും ഒക്കെയാണ്. പക്ഷെ ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ നമ്മൾക്ക് ഈ പ്രസംഗം പറയണതുകൊണ്ടും ഒരർത്ഥമില്ല. എന്ന് പറഞ്ഞ പോലെ പാട്ട് പാടുമ്പോഴും നമ്മളും അപ്പോഴും മിതത്വം പാലിച്ചു കഴിഞ്ഞാൽ ആസ്വദിക്കാനും അതുപോലെ മറ്റുള്ളവർക്ക് പാടാനും എളുപ്പമായിരിക്കും. അതിൻ്റെ ജെറിമാഷിനെ പോലുള്ളവർക്ക് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കുന്ന ആളാണ്, നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ആളാണ്. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ പള്ളിയിൽ പാടാൻ നിൽക്കുമ്പം കൊയറിൽ പാടുമ്പോഴല്ല, ഞാൻ എപ്പോഴും കൊയറില്ലാതെ കുർബാനകളിൽ പങ്കുകൊള്ളുന്ന ആളാണ്, കൊയറിൽ കൂടാതെ. അപ്പോൾ മിക്ക സമയത്തും എനിക്ക് പാടാൻ പറ്റാറില്ല. ഞാനൊരു പാട്ടുകാരനാണ്, പക്ഷെ എനിക്ക് കൂടെ പാടാൻ പറ്റില്ല. കാരണം അതിഭീകരമായിട്ടുള്ള ശബ്ദത്തിലാണ് പാട്ട് പാടുന്നത്. അപ്പോൾ അങ്ങനെ പാടിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊന്ന് വേണമെങ്കിൽ ചെറുതായിട്ടൊന്നൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. നിങ്ങൾക്കത് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് പറയാമോ? എനിക്കറിയാവുന്നത്. വരികൾ തെറ്റിപ്പോവും, എന്നാലും 3-4 വരി പാടാം. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പോൽ അമൂല്യമാമൊന്നും ഇല്ലെനിക്കേകുവാൻ, എന്നെ മാത്രം ഞാനങ്ങിൽ അർപ്പിക്കുന്നു. മൈക്കിലൊന്നും ചെയ്തില്ലല്ലോ അല്ലേ? വല്ലതും ചെയ്തോ? വോളിയൊന്നും കൂട്ടിയില്ലല്ലോ. വോളിയം കൂട്ടരുത് കേട്ടോ പ്ലീസ്. താങ്ക് യു. അപ്പോൾ ഇതിപ്പം പാടിയപ്പോൾ ഇഷ്ടമായോ? ഇത് തന്നെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പാടാം. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പോൽ. ജെറിമാഷ് തലേ കൈവച്ച് കഴിഞ്ഞു. ഇതെങ്ങനെയുണ്ട്? ഇങ്ങനെയും പാടാം. നിങ്ങൾ കൊയറിലല്ലാതെ നമ്മൾ ഇതുപോലെ ഓരോരുത്തർ പാടുന്നത് നമ്മളെപ്പോഴും പറയും, ഓ അവരെന്ത് ശല്യമാണെന്ന് പറയും. പക്ഷെ എന്നെക്കുറിച്ച് നമ്മൾ സ്വയം ചിന്തിക്കണം. പാടാൻ നിൽക്കുന്ന ആളും സ്വയം ചിന്തിക്കണം, ഞാൻ എങ്ങനെയാണ് പാടുന്നത്. അപ്പോൾ ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ നമുക്ക് പാട്ട് ആസ്വദിക്കാൻ ഒക്കത്തില്ല. അപ്പം ഇതുപോലെ ഇപ്പോൾ ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ, മൈക്ക് ഇപ്പോൾ എന്നെയൊക്കെ നല്ലൊരു പാട്ടുകാരൻ എന്ന് അംഗീകരിക്കുന്നത് ഞങ്ങൾ നന്നായിട്ട് പാടിയോണ്ടല്ല, ഞങ്ങൾ ഇങ്ങടെയുള്ള ടെക്നിക്കുകളും ഉണ്ടാകും. ഈ മൈക്കൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ അറിവാണ്. അല്ലേ? സംശയമുണ്ട്. പാട്ടുകാരാണല്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഭയങ്കര എന്നേക്കാളും നന്നായിട്ട് പാടുന്നവർ ഇവിടെ ഉണ്ട്, എനിക്കറിയാം. എന്നേക്കാളും നന്നായിട്ട് പാടുന്ന 100-ലധികം ആൾക്കാർ ഇവിടെ ഉണ്ട്, എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷേ നമ്മളിത് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് മറ്റുള്ളവർ ആസ്വദിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ കൂടുതലൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പല കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ചുരുക്കി ഒരു കാര്യത്തിൽ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ പാട്ട് എല്ലാവർക്കും, നമ്മൾ ഒരു ഗ്രൂപ്പിൽ പാടാൻ നിൽക്കുമ്പം 10 പേര് പാടുമ്പോൾ എനിക്ക് എൻ്റെ സ്വരം മുഴച്ചു കേൾക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ 10 പേര് പാടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആ 10 പേര് പാടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഒരാളല്ലേ കേൾക്കുന്നുള്ളൂ, പിന്നെ എന്തിനാണ് അവർ പാടുന്നത്? അപ്പം നമ്മൾ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും ഒരേപോലെ പ്രാതിനിധ്യം കിട്ടണമെന്ന് എനിക്ക് തോന്നണം. ഞാൻ തന്നെ മൈക്കിൽ അടുപ്പിച്ച് പിടിച്ച് പാടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കത് മര്യാദക്ക് പാടാൻ പറ്റില്ല. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന മൈക്കിനെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും എനിക്ക് സാധിക്കും. അപ്പോൾ അടുപ്പിച്ച് പിടിച്ചു കഴിഞ്ഞാൽ വോളിയം കൂടും, അകത്തി കഴിഞ്ഞാൽ കുറയും. അപ്പം നമ്മുടെ പ്രസൻസ് നമ്മൾ വേണ്ട വിധത്തിൽ അറേഞ്ച് ചെയ്ത് നമ്മളൊരു എന്താ പറയുക, ഒരു ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉപ്പും മുളകും വെളിച്ചെണ്ണയും പല സാധനങ്ങളൊക്കെ ഇട്ട് നമ്മളൊരു ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും ഓരോരോ അളവുകളുണ്ട്.
ആ അളവുകൾ മാറിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന, വീട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിഷിൻ്റെ അതിനകത്തൊരു ഉപ്പ് എന്ന് പറയുന്ന സാധനം ഏറ്റവും രുചി ഉണ്ടാക്കുന്ന സാധനം. ഉപ്പില്ലാത്ത ഒരു ഭക്ഷണം നമുക്ക് ടേസ്റ്റ് ചെയ്യണോ? അല്ല. പക്ഷെ ഉപ്പ് കൂടിയാൽ എങ്ങനെയിരിക്കും? എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഓരോ പാട്ടിനും ഇപ്പോൾ ഒരു കോറസായിട്ട് നിന്ന് പാടുന്ന ഗ്രൂപ്പിലെ പാട്ട് കേൾക്കുമ്പോൾ അതിലെ ഹാർമണി പാടുമ്പോഴും അതതിൻ്റെ സ്ഥാനങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കി നിൽക്കേണ്ടടുത്ത് നമ്മൾ നിൽക്കണം. അതുപോലെ ഓർക്കസ്ട്ര വായിക്കുന്നവരും അതുപോലെ വേണ്ട വിധത്തിൽ സഹകരിച്ചു കഴിഞ്ഞാൽ അതൊരു മനോഹരമായിട്ടുള്ള അനുഭവമായിരിക്കും എപ്പോഴും. അതുപോലെ എനിക്ക് പറയാനുള്ളൊരു പ്രധാന, എൻ്റെ പല പള്ളികളിലും പാടാൻ പോകുമ്പോൾ, എന്തെങ്കിലും കല്യാണത്തിനോ ഒക്കെ നമ്മുടെ സ്വന്തക്കാരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ കുർബാനയിൽ പങ്കുകൊള്ളാൻ തന്നെ, എൻ്റെ കൊയറായിരിക്കില്ല, ചിലപ്പോൾ ജോസഫിൻ്റെ കൊയറായിരിക്കും, അവിടെ അവരുടെ കൂടെ നിന്ന് ഞങ്ങളത് പാടാറുണ്ട്. അപ്പോൾ പാടുമ്പോൾ അതുപോലെ പലരുടെയും കൊയറുകളിൽ നമ്മൾ പോയി അങ്ങനെ സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പാടുന്ന സമയത്ത് നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ പാട്ട് കേൾക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ പാടുമ്പോൾ എൻ്റെ പാട്ട് കേൾക്കുന്നില്ല എന്നുള്ള അതുകൊണ്ടല്ലേ നമ്മൾ വോളിയം കൂട്ടണമെന്ന് തോന്നുന്നത്? ശരിയാണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് എനിക്കൊന്ന് റെസ്പോണ്ട് ചെയ്ത് പറ. ഉണ്ടോ? എനിക്ക് തോന്നുന്നു പലർക്കും അതെ, എന്നെ ഇപ്പം 3-4 പേരൊന്നും പാടുമ്പോൾ എൻ്റെ മൈക്കിന് വോളിയം ഇല്ല എന്ന് തോന്നുന്ന അനേകം പേരുണ്ടാവും. അതിനൊരു പ്രധാന കാരണം നേരത്തെ പറഞ്ഞ ഒരു കാര്യവും, പിന്നെ നമ്മളുടെ ഓർക്കസ്ട്ര കൂടുതലാണെങ്കിൽ അപ്പോഴും കേൾക്കത്തില്ല. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പാട്ടുകാരൻ്റെ ഒപ്പത്തിനൊപ്പം വേണ്ട ഓർക്കസ്ട്രയുടെ ഭാഗങ്ങൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ വരുന്ന ചില ഭാഗങ്ങളൊക്കെ വേണം. അതേസമയം പാട്ട് പാടുന്ന സമയത്ത് കീബോർഡിൻ്റെ ബാക്കിങ്സ് വരുന്നത് നമ്മുടെ പാട്ടിൻ്റെ പകുതി വോളിയത്തിലല്ലെങ്കിൽ നമുക്ക് പാട്ട് പാടാൻ പറ്റില്ല, കേൾക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം മൊത്തത്തിൽ ബഹളമായിട്ടായിരിക്കും നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതൊരു പോയിൻ്റാണ്, നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. എപ്പോഴും ഓർക്കസ്ട്ര വായിക്കുന്നവർ, പാട്ടിൻ്റെ മുകളിൽ വായിക്കുന്നവർ മൃദം ഗിറ്റാറാകാം, ബേസ് ഗിറ്റാറാകാം, അല്ലെങ്കിൽ ഒരു കീബോർഡിലെ ബാക്കിങ് വായിക്കുന്നതാകാം, ഒരു സ്ട്രിങ്സിൻ്റെ അല്ലെങ്കിൽ ഒരു പാഡിൻ്റെ വോളിയം അത് നന്നായിട്ട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പാടുന്നത് സ്വയം നമ്മൾക്ക് കേൾക്കാനും പറ്റും, നമുക്ക് ആസ്വദിക്കാനും പറ്റും. ഇനി ഒരു കാര്യം കൂടി മനസ്സിൽ വന്നത്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പള്ളിയിൽ വരുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം നമ്മളൊരു മരിച്ച വീട്ടിൽ പോയി നിന്നിട്ട് നമ്മൾ ചിരിച്ചു കളിച്ച് വർത്താനം പറഞ്ഞ് നിൽക്കില്ലല്ലോ, അല്ലേ? അതുപോലെ ഒരു കല്യാണ വീട്ടിൽ പോയി എന്ന് കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞ് ബഹളം വെച്ച് നിൽക്കുകയുമില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ലിറ്റർജിയിലുള്ള സീസൺസ് നമ്മൾ വേണ്ട വിധത്തിലൊന്ന് ആചരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് തന്നെ, നമ്മൾക്ക് മാത്രമല്ല, കുർബാനയിൽ കൂടുന്ന അല്ലെങ്കിൽ ഈ തിരുസഭയ്ക്ക് മുഴുവൻ തന്നെ അത് വളരെ അനുഭവമായിരിക്കും. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, പണ്ടെല്ലാം നോമ്പുകാലം വരുമ്പോൾ നമ്മളുടെ ഇൻസ്ട്രുമെൻസ് ഒന്നും പൊതുവെ വായിക്കാറില്ലായിരുന്നു. ഒരു ചർച്ച് ഓർഗനോ അല്ലെങ്കിൽ ഒരു ഹാർമോണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വായിക്കും. നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ ഇപ്പോൾ എൻ്റെ കൂടെ എനിക്കറിയാവുന്ന ഒത്തിരി ആർട്ടിസ്റ്റുമാർ വളർന്നു വന്നിരിക്കുന്നത് കൊയറിലൂടെയാണ്. അത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കൊയറിൽ വന്ന് പങ്കെടുത്ത് വന്നവരൊക്കെ ഉയർന്നു ഒത്തിരി നല്ല നിലയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ പോലും നമ്മൾ നോമ്പുകാലം വരുമ്പോൾ അവരുടെ കൊട്ടുന്ന സാധനങ്ങളൊക്കെ മടക്കി വെച്ചിട്ട് ഈ ഒരു കീബോർഡിൻ്റെ ഇതിൽ മാത്രം പാടുമായിരുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഭാവമാണ് വരുന്നത്. കാരണം നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ നമ്മൾക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് സങ്കടവും, അതുപോലെ നമുക്ക് കുറച്ച് എന്തിനാണ് നമുക്ക് വേണ്ടി അവിടെ നിന്ന് മരിച്ചത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്നൊക്കെയുള്ള ഓർമ്മ നമുക്ക് വരുമ്പോൾ നമുക്കുള്ള അനുതാപമൊക്കെ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമല്ലേ അത് നമ്മൾ ആഘോഷമാക്കി മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാവും? അപ്പോൾ കീബോർഡിൽ ഋതമൊക്കെ ഇട്ട് പാടിക്കഴിഞ്ഞാൽ അതൊരു എന്നും ആഘോഷമാണ്. അപ്പോൾ നമുക്കൊരു നോമ്പാചരണം വരുമ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു എന്താ പറയുക, അനുതാപവും ഒരു ദൈവത്തെ, ഈശോയെക്കുറിച്ചുള്ള ചിന്തയും ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പാട്ടിലും ഒരു മാറ്റം വരുത്തണമെന്ന് ഞാൻ ഇവിടെ വെച്ചൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം അത് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന പല കാര്യങ്ങളിലൊന്നാണ്. എനിക്കത് വളരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും
അവിടെ നിന്ന് അടുത്ത് നിന്ന് ഒച്ചത്തിൽ നിന്ന് വർത്തമാനം പറയുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും. നമ്മുടെ കൂടെ നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോഴാണ് നമുക്കൊരു സമാധാനം, ആശ്വാസമൊക്കെ കിട്ടുക. കഴിഞ്ഞ ദിവസം പരിശുദ്ധ പിതാവ് മരിച്ച അന്ന് ഞാൻ പാലാരിവട്ടം പള്ളിയിൽ പോയി കഴിഞ്ഞു കുർബാനയ്ക്ക് പോയതാണ്. അച്ഛനന്ന് പാട്ടുകുർബാനയെ പാടി. എനിക്ക് വളരെ വിഷമം തോന്നി. ശരിക്കും ആണ് നമ്മൾ പാടേണ്ട ദിവസങ്ങളാണ്. നമുക്ക് ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ആഴ്ചയാണ്. നമുക്ക് ലിറ്റർജി വളരെ ഹൈ ആയിട്ടുള്ള ലിറ്റർജിയുള്ള സമയമാണ്. പക്ഷേ അതൊരു പാട്ടുകുർബാനയാക്കി മരിച്ച അന്ന് തന്നെ അതൊരു പാട്ടുകുർബാനയാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ എനിക്കതിന് വളരെ വിഷമം തോന്നി. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ജെറി മാസ്റ്റർ നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് എന്തൊക്കെയാണ് നമ്മൾക്ക് വേണ്ടിയത്, അതിൻ്റെ അകത്ത് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡും കൂടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അത് വളരെ എന്താ പറയുക, പാടുന്നവൻ 20 മടങ്ങ് പ്രാർത്ഥിക്കുകയും ചെയ്യും, അത് കേൾക്കുന്നവൻ 10,000 മടങ്ങ് പ്രാർത്ഥിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ മറ്റുള്ള എല്ലാ ജനങ്ങളെയും ഒന്നിച്ച് കോൺഗ്രിഗേഷനായിട്ട് പാട്ട് പാടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ നിങ്ങൾക്കോട് ആശംസിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ജെറി മാസ്റ്ററിന് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഓർത്തഡോക്സുകാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഒരു പള്ളിയിൽ ഞാനൊരിക്കൽ ഒരു കുർബാന സംബന്ധിച്ചപ്പോൾ അവർ പാടുന്നതെല്ലാം പഴയ പാട്ടുകളാണ്. ഒരു പാട്ട് പോലും പുതിയത് പാടുന്നില്ല. ലിറ്ററേച്ചർ ബുക്കിലുള്ള പാട്ടുകളല്ലാതെ ഒരു പാട്ടും പാടുന്നില്ല. അവർ കൊയറുകാർ നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷേ ഈ ജനങ്ങൾ മുഴുവൻ പാടുകയാണ് അവിടെ നിന്ന്. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ ഒരു അനുഭവം അത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റിയിട്ടില്ല, ഇന്നും ഞാൻ മറന്നിട്ടില്ല. അപ്പം നമ്മൾ ഇതുപോലെയുള്ളൊരു അനുഭവം നമുക്ക് സ്വന്തമായിട്ടുണ്ടാകണം, മറ്റുള്ളവർക്ക് കൊടുക്കാനും സാധിക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിന് നന്ദി. ശംശേഖ്. താങ്ക് യു.